ഹായ് ഹലോ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ആദ്യത്തെ വീക്ക്ലി ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടിയേക്കുന്ന ടാസ്ക് എന്താന്ന് വെച്ചാൽ ഗാർഡൻ ഏരിയയിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ നടുക്കായിട്ട് ഒരു പോഡിയം വെച്ചിട്ടുണ്ട്. അതിൽ ഗോൾഡ്, ബ്ലാക്ക്, റെഡ് അങ്ങനത്തെ കോയിൻസ് ഉണ്ട്. എല്ലാവരും ആ സർക്കിളിന് ചുറ്റും വട്ടത്തിൽ നിൽക്കണം. ബസർ ടു ബസർ ആണ്. ബസറിന്റെ സൗണ്ട് കേൾക്കുമ്പം ഓടിച്ചെന്ന് അതിനകത്തുനിന്ന് കോയിൻസ് കളക്ട് ചെയ്യണം. അടുത്ത ബസർ കേൾക്കുമ്പോഴത്തേക്കും തിരികെ വരികയും ചെയ്യണം. അതാണ് ടാസ്ക്. ഗോൾഡ് കോയിൻ കിട്ടുന്ന ആൾക്ക് ഒരു സൂപ്പർ പവർ കിട്ടും. ബ്ലാക്ക് കോയിൻ ആണെങ്കിൽ അപ്പം തന്നെ ഒരു പണി കിട്ടും. റെഡ് കോയിൻ ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും കോയിൻസ് ഇങ്ങനെ കൂട്ടി വെക്കാം. പിന്നീട് ഉപകരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം 2 റൗണ്ടാണ് കഴിഞ്ഞേക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ കുറച്ച് പേർക്ക് കോയിൻസ് കിട്ടി. രണ്ടാമത്തെ റൗണ്ടും കൂടി നടത്തി. ആദ്യം കോയിൻസ് കിട്ടിയവരെ മാറ്റി നിർത്തിയിട്ടാണ് രണ്ടാമത്തെ റൗണ്ട് നടത്തിയത്. അങ്ങനെ 2 റൗണ്ടും കൂടി കഴിയുമ്പം ആകെ കോയിൻസ് കിട്ടിയവർ അക്ബർ, അനീഷ്, അഭി, റെന, ഷാനവാസ്, ജിസേൽ, ആര്യൻ, ബിന്നി എന്നിവർക്കാണ്. ഇതിൽ അക്ബറിനാണെങ്കിൽ 4 റെഡ് കോയിനും 1 ഗോൾഡ് കോയിനും കിട്ടിയിട്ടുണ്ട്. അനീഷിനും അഭിക്കും റെനയ്ക്കും ബ്ലാക്ക് കോയിനാണ് കിട്ടിയേക്കുന്നത്. ഷാനവാസിന് 1 റെഡ്, ജിസേലിന് 1 റെഡ്, ആര്യന് 3 റെഡ്, ബെന്നിക്ക് 5 റെഡ് കോയിൻസ്. ഇങ്ങനെയാണ് നിലവിലെ പോയിന്റ്. ഇതിൽ ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്ന ആർക്കാണോ അല്ലെങ്കിൽ കോയിൻസ് ഒന്നും കിട്ടാത്ത ആർക്കാണോ അവരെ ആയിരിക്കും ജയിൽ നോമിനേഷനിൽ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഗോൾഡ് കോയിൻ കിട്ടിയ അക്ബറിന് ഒരു സൂപ്പർ പവർ കൊടുക്കുന്നുണ്ട്. അടുത്ത നോമിനേഷനിൽ ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ പവർ കിട്ടണമെങ്കിൽ ഇപ്പം ഈ കൂട്ടത്തിലുള്ള ഒരാളെ അക്ബർ സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന വ്യക്തി അടുത്ത റൗണ്ട് വരുമ്പോഴത്തേക്കും ഗോൾഡ് കോയിൻ കരസ്ഥമാക്കണം. എങ്കിൽ മാത്രമേ അക്ബറിന് കിട്ടിയ സൂപ്പർ പവർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അക്ബർ ചൂസ് ചെയ്യുന്നത് ആര്യനെയാണ്. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഉറപ്പായ തീരുമാനമാണോന്ന്. അക്ബർ ഉറപ്പിച്ച് തന്നെ പറയും ആര്യനാണ്. ആദ്യത്തെ 2 റൗണ്ടിലും ആ പോഡിയത്തിനുള്ളിലാണ് കോയിൻസ് വെച്ചേക്കുന്നത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അടുത്ത റൗണ്ടിൽ നമുക്ക് നോക്കുമ്പോഴേ കാണാം, കോയിൻസ് ഏതൊക്കെയാണെന്ന് കാണാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത്. ബ്ലാക്ക് കോയിൻ കിട്ടിയ 3 പേരുണ്ടല്ലോ, അനീഷും അഭിയും റന ഫാത്തിമയും. ഇവർക്ക് 3 പേർക്കുള്ള പണിയും ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഒരാൾ കണ്ണ് കെട്ടി നടക്കണം, അടുത്തയാൾ വാ മൂടി കെട്ടി നടക്കണം, അടുത്തയാൾ സ്റ്റോർ റൂമിൽ ഒരു പ്രോപ്പർട്ടി വരും, അതിൽ മാത്രമേ ഇരിക്കാവുള്ളൂ, നടക്കാൻ പാടില്ല അടുത്ത റൗണ്ട് കളി തുടങ്ങുന്നത് വരെ. ആദ്യമേ തന്നെ റെന പറയുന്നുണ്ട് ഞാൻ വാ മൂടി കെട്ടിക്കോളാന്ന്. അനീഷ് പറയും ഞാൻ എന്തായാലും കണ്ണ് മൂടിക്കെട്ടത്തേ ഉള്ളൂ. പക്ഷെ അഭി പറയുന്നുണ്ട് എനിക്ക് ഇരുന്നുകൊണ്ട് തന്നെ പറ്റില്ല, കണ്ണ് മൂടിക്കെട്ടുവോ അല്ലെങ്കിൽ വാ മൂടിക്കെട്ടുവോ വേണമെന്ന്. എന്നാൽ അനീഷും റെനയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ലാസ്റ്റ് അഭി പറയും ഓക്കെ ഞാനന്ന് ഇരുന്നോളാന്ന് പറയും. അങ്ങനെ സ്റ്റോർ റൂമിൽ വന്നേക്കുന്ന പ്രോപ്പർട്ടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്തുവണ്ടിയാണ് വന്നേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ചിരിയാവും. സത്യം പറഞ്ഞാൽ അഭിക്ക് വെറുതെ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. ഈ കണ്ണ് മൂടി കെട്ടിയ ആളും വാ മൂടി കെട്ടിയ ആളും വേണം ഈ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് നടക്കാൻ. അടുത്ത റൗണ്ട് വരെ ഇവരിത് തള്ളിക്കൊണ്ടേ നടക്കണം. അവിടുന്ന് പിടിവിടാനേ പാടില്ല. അങ്ങനെ കണ്ടസ്റ്റൻസ് ചേർന്ന് റെനയുടെ വായും പ്ലാസ്റ്റർ ഒട്ടിച്ച് കെട്ടുന്നുണ്ട്. അനീഷിന്റെ കണ്ണ് മൂടി കെട്ടുന്നുണ്ട്. കണ്ണ് മൂടി കെട്ടുമ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് ശകലം കാണാന്ന്. അപ്പം നിവിനൊക്കെ വന്നിട്ട് ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ച് കെട്ടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അനീഷ് സമ്മതിക്കത്തില്ല. അനീഷിന് ആരൊക്കെ കണ്ണ് കെട്ടിയിട്ടും എനിക്ക് കാണാന്ന് തന്നെ പറയുന്നത്. ബിഗ് ബോസ് പറയും കുറച്ചൊക്കെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ അഭി ആ ഉന്തുവണ്ടിയിൽ കയറിയിരുന്നു. റെനയും അനീഷും കൂടി അത് തള്ളാൻ തുടങ്ങി. അന്നേരം ആദ്യമേ തന്നെ അഭി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് വെള്ളം വേണം, അത് വേണം, അങ്ങനെയൊക്കെ പറയും. ഇവരെ ഇട്ട് ശരിക്കും വട്ട് കളിപ്പിക്കാനും ശ്രമിക്കും. അനീഷ് ഇടയ്ക്ക് പറയുന്നുണ്ട് ബിഗ് ബോസ് ഉന്താൻ പറ്റുന്നില്ല, അഭിക്ക് നല്ല വെയിറ്റാ, അങ്ങനെയൊക്കെ. ബാക്കിയുള്ളവർ അവരുടെ പണിയിലേക്ക് തന്നെ തിരികെ പൊക്കോളാന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് വരാൻ എത്ര സമയം വരെ എടുക്കുമെന്നറിയില്ല. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.